തന്ത്രിക്ക് ജാമ്യം ലഭിക്കുമ്പോൾ മറ്റു ചില പ്രതികൾക്ക് ജാമ്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്ക് ആണ് പോകുന്നത്. പ്രത്യേകിച്ച് CPIM ബന്ധമുള്ള പ്രതികൾക്ക്, ശിക്ഷിക്കപ്പെട്ട പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്നു, അതല്ലെങ്കിൽ പരോൾ ലഭിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ആരോപണമായി ഉയർന്നു വരുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അടക്കം ചില ആളുകൾക്ക് ലഭിച്ചിട്ടുള്ള ജാമ്യം വലിയ തോതിൽ അല്ലെങ്കിൽ പരോൾ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ അതിനെതിരെ യൂത്ത് കോൺഗ്രസ് അടക്കം രംഗത്ത് വരികയാണ്. അതിലെടുത്ത് സൂചിപ്പിക്കേണ്ടത് ഈ പാർട്ടി ബന്ധമുള്ളവർക്ക് മാത്രം എങ്ങനെയാണ് ഇങ്ങനെ പരോൾ ലഭിക്കുന്നത് എന്ന ചോദ്യം ആണ് ഉയർത്തുന്നത്. അതിൽ തന്നെ പെരിയയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിരുന്ന കൃപേഷിനെയും ശരത്ലാലിനെയും വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതിക്ക് കഴിഞ്ഞ ദിവസമായിരുന്നു വീണ്ടും പരോൾ അനുവദിച്ചത്. 10ാം പ്രതിയായിട്ടുള്ള രഞ്ജിത്തിനായിരുന്നു പരോൾ അനുവദിച്ചത്. 1ാം പ്രതിയായിട്ടുള്ള A പീതാംബരനും അതോടൊപ്പം തന്നെ കേസിലെ 5ാം പ്രതിയായിട്ടുള്ള ഗിരിജനും പരോൾ അനുവദിച്ച സാഹചര്യം ഉണ്ടാകുന്നു. 15 ദിവസത്തേക്കായിരുന്നു അവർക്ക് പരോൾ ലഭിച്ചത്. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ഈ പ്രതിക്ക് പരോൾ ലഭിച്ചത് എന്നതാണ് ഒന്നാമത്തെ വിവരമായി പ്രേക്ഷകരെ പങ്കുവെക്കാനുള്ളത്. അതേസമയം തന്നെ പോലീസിന് നേരെ ബോംബെറിഞ്ഞ കേസിൽ ശിക്ഷിക്കപ്പെട്ട പയ്യന്നൂരിലെ CPIM നേതാവ് VK നിഷാദിനും പരോൾ അനുവദിച്ചിരിക്കുന്നു. അത് ഹൈക്കോടതിയാണ് അനുവദിച്ചത്. 7 ദിവസത്തേക്കാണ് ഇപ്പോൾ പരോൾ അനുവദിച്ചിട്ടുള്ളത്. അച്ഛൻ്റെ അസുഖം പറഞ്ഞുകൊണ്ടാണ് പരോളിനായി നിഷാദ് ഹൈക്കോടതിയെ സമീപിച്ചത്. 3 ആഴ്ചയ്ക്ക് ഇടയിൽ ആണ് 2ാം തവണ ഇങ്ങനെ നിഷാദിന് പരോൾ ലഭിക്കുന്നത് എന്നതാണ്. പയ്യന്നൂരിൽ ആയിരുന്നു പോലീസിന് നേരെ സ്റ്റീൽ ബോംബ് എറിഞ്ഞത്. ആ കേസിൽ 20 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള പ്രതിയാണ് VK നിഷാദ്. കഴിഞ്ഞ മാസം 26-ന് കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് നിഷാദിന് 6 ദിവസത്തെ പരോൾ അനുവദിച്ചിരുന്നു. ഇതിനുശേഷം ആണ് ഇപ്പോൾ അടുത്ത പരോൾ ലഭിക്കുന്നത്. അങ്ങനെ 7 ദിവസത്തെ അടുത്ത പരോൾ കൂടി ലഭിക്കുമ്പോൾ ഈ കഴിഞ്ഞ, അതായത് ശിക്ഷ വിധിച്ചതിന് ശേഷം എത്രയോ ദിവസം അദ്ദേഹം പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ്. അച്ഛൻ്റെ അസുഖം ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇങ്ങനെ പരോൾ ലഭിക്കുന്നത്. എന്തായാലും ഈ കൊലക്കേസുകളിൽ ഉൾപ്പെട്ട ശിക്ഷിക്കപ്പെടുന്ന ആളുകൾക്ക് പരോളിൽ ഇറങ്ങുമ്പോൾ കൊടുക്കുന്ന പോക്കറ്റ് മണിയായി CPIM രക്തസാക്ഷിത്വ ഫണ്ടിനെ മാറ്റിയിരിക്കുന്നു എന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ് ആരോപിക്കുകയാണ്. രക്തസാക്ഷിത്വം പണം സമാഹരിക്കാനുള്ള വേദിയായി CPIM മാറ്റിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള പണം ഉപയോഗിച്ചുകൊണ്ടാണ് പരോളിൽ ഇറങ്ങുന്നവരെ പാർട്ടി തീറ്റിപ്പോറ്റുന്നത് എന്നുമാണ് ജനീഷ് വിമർശിക്കുന്നത്. അന്വേഷണം നടക്കുകയും CBI കോടതി 24 പ്രതികളുണ്ടായിരുന്നതിൽ 10 പ്രതികളെ ഇരട്ട ജീവപര്യന്തത്തിന് ശിക്ഷിക്കുകയും KV കുഞ്ഞിരാമൻ ഉൾപ്പെടെ മുൻ MLA അടക്കമുള്ള ആളുകളെ 5 വർഷ കാലഘട്ടത്തിലേക്ക് ശിക്ഷിക്കുകയും ചെയ്യും. അതിൽ MLA ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ അന്ന് തന്നെ ജാമ്യത്തിലുമാണ്. എന്നാൽ ശിക്ഷിക്കപ്പെട്ട 10 പ്രതികളിൽ ആദ്യ മാസം തന്നെ പിന്നിടുമ്പോൾ തന്നെ അവർക്ക് 30 ദിവസത്തെ ജാമ്യം പരോൾ ലഭിക്കുന്ന സാഹചര്യമുണ്ട്. ഇന്ന് ഈ രക്തസാക്ഷിത്വ ദിനത്തിൽ നിൽക്കുമ്പോൾ പോലും ആ കേസിലെ 2 പ്രതികൾ പരോളിലാണ്. ബാക്കിയുള്ള ആളുകൾ 15 ദിവസത്തെ പരോൾ പൂർത്തീകരിച്ച് തിരികെ ജയിലിലേക്ക് പോയി. ഇപ്പോൾ സംസ്ഥാനത്തിനകത്ത് ഇത്തരത്തിൽ വളരെ പ്രമാദമായ കൊലക്കേസുകളിൽ, രാഷ്ട്രീയ കൊലക്കേസുകളിൽ പ്രതികളാക്കപ്പെട്ട ആളുകൾക്ക് പോലും വളരെ നിർലോഭമായ രീതിയിൽ പരോൾ ലഭിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് സംസ്ഥാനത്തിനകത്തുണ്ടാകും. പരോൾ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് പിണറായി വിജയൻ സർക്കാരിൻ്റെ ഈ അവസാന കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള പ്രതികൾക്കെല്ലാം തന്നെ പരോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതാണ്, പാർട്ടി ബന്ധമുള്ള ആളുകൾ ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പോലും വാരിക്കോരി പരോൾ ലഭിക്കുന്നു എന്നുള്ളതാണ്. KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, ഇതിപ്പോൾ ഈ പാർട്ടി ബന്ധമുള്ള ആളുകൾ ശിക്ഷിക്കപ്പെടുന്നു, അവർക്ക് തുടർച്ചയായി പരോൾ ലഭിക്കുന്നു. നിഷാദിന്റെ കാര്യം അടക്കം അങ്ങനെയാണ്. അതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനമടക്കം ഉയരുകയാണ്. തീർച്ചയായും അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ നിഷാദിന്റെ കാര്യത്തിലേക്ക് വന്നാൽ 85 ദിവസമാണ് ഇയാൾ ശിക്ഷിക്കപ്പെട്ടിട്ടായിട്ടുള്ളൂ. ഇതിൽ 32 ദിവസവും ഇയാൾ പരോളിൽ പുറത്തു എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനം. അതായത് 85 ദിവസത്തിനിടെ 4 പരോളാണ് നിഷാദിന് ലഭിച്ചത്. അതുമാത്രമല്ല വി കുഞ്ഞികൃഷ്ണനെതിരെ നടത്തിയ പ്രകടനത്തിൽ ഈ പരോൾ ചട്ടം ലംഘിച്ച് പങ്കെടുത്തതിന് ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, അത്ര റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല എന്നാണ് ജയിൽ അധികൃതരുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഒരു ഭാഗത്ത് പരോൾ യഥേഷ്ടം നൽകുന്നു, മറുഭാഗത്ത് പരോളിൽ ഇറങ്ങി ഇത്തരത്തിലുള്ള പരോൾ ചട്ടം ലംഘിച്ചുകൊണ്ടുള്ള
പ്രവർത്തനം നടത്തുന്നു. അതിലും നടപടിയില്ലാത്ത അവസ്ഥ. പെരിയയിൽ ഇന്നലെയാണ് ഈ ശരത് ലാലും കൃപേഷും കൊല്ലപ്പെട്ടതിന് രക്ഷസാക്ഷിത്വ ദിനം ആചരിച്ചത്. ഈ ദിവസങ്ങളിലും ഈ കേസിലെ 2 പ്രതികൾ ഇപ്പോഴും പരോളിലാണ്. അതായത് 10 പ്രതികളിൽ സുരേഷ് ഒഴികെ 9 പ്രതികൾക്കും പല തവണകളായി തുടരെ ഇത്തരത്തിൽ പരോൾ ലഭിക്കുന്ന സാഹചര്യമാണ്. അതായത് 10 പ്രതികളും ഒരുമിച്ച് ജയിലിൽ ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ. അതായത് സെൻട്രൽ ജയിലിലെ കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് ഇവരെ പാർപ്പിച്ചിട്ടുള്ളത്. അവിടെ ഒരേ സമയത്ത് ഇവർ ഉണ്ടായിട്ടുള്ള പല കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ പരോളിൽ ഇറങ്ങുന്ന സാഹചര്യമാണ്. തന്നെയാണ് കോൺഗ്രസും അതുപോലെ തന്നെ ഈ രക്തസാക്ഷികളുടെ, അതായത് കൃപേഷിനെയും ശരത് ലാൽ ഈ കുടുംബങ്ങളും വലിയ ആശങ്ക പങ്കുവെക്കുന്നത് ഇത് തന്നെയാണ്. ഇത്തരത്തിൽ ഇവർക്ക് ഈ പോലീസിന്റെ റിപ്പോർട്ട് അതും അവഗണിച്ചാണ്. ബേക്കൽ പോലീസിന്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു ഇവർക്ക് പരോൾ അനുവദിക്കരുത്, പരോൾ അനുവദിച്ചാൽ നാട്ടിൽ ക്രമസമാധാന പ്രശ്നമുണ്ടാകുമെന്ന് പറഞ്ഞ് അത്തരം റിപ്പോർട്ട് ഉണ്ടായിരിക്കെ പോലും ഈ പ്രതികൾക്ക് അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെട്ടവർക്ക് യഥേഷ്ടം പരോൾ ലഭിക്കുന്നു എന്നതാണ് ഈ ഏറ്റവും വലിയ ഉയർന്ന ആക്ഷേപം. ഇങ്ങനെ ഓരോ കേസുകൾ പരിശോധിച്ചാലും ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ നമ്മൾക്കറിയാം, വലിയ തോതിൽ നിയമസഭയിൽ ഉൾപ്പെടെ വലിയ ചർച്ചയായ വിഷയമാണ് പരോൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട്. രാഷ്ട്രീയ കേസുകളിൽ പ്രധാനമായും CPM പാർട്ടി പ്രവർത്തകർ ഉൾപ്പെട്ട കേസുകളിൽ ഈ പ്രതികൾക്ക് ഇങ്ങനെ ജയിൽ ചട്ടം നിയമലംഘനം നടത്തി, അത്തരത്തിൽ ലംഘനം നടത്തി പരോൾ നൽകുന്നു എന്നാണ് ആരോപണമാണ് ഉയരുന്നത്. പലപ്പോഴും അച്ഛന് സുഖമില്ല അല്ലെങ്കിൽ വീട്ടിൽ പ്രധാന ആവശ്യമുണ്ടെന്നൊക്കെ പറഞ്ഞ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് ഇവർ പരോൾ തേടുന്നതെന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. സർക്കാർ അനുവദിക്കുന്നു, ജയിൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് അനുവദിക്കുന്നു, ഒപ്പം കോടതിയെ സമീപിച്ച് പരോൾ ലഭിക്കുന്ന സാഹചര്യം. ഇങ്ങനെ പല തരത്തിൽ ഇവർ ജയിലിനകത്ത് കഴിയുന്നതിനേക്കാളും കൂടുതൽ സമയം പുറത്ത് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഏതായാലും പെരിയ കേസിലെ ഇപ്പോഴും ശിക്ഷിക്കപ്പെട്ട പ്രധാനപ്പെട്ട 2 പ്രതികൾ ഇപ്പോഴും പരോളിലാണ് പുറത്തുള്ളത്. ഇവർ പരോൾ കഴിഞ്ഞ് അകത്ത് കയറുമ്പോഴേക്കും അടുത്ത ആളുകൾക്ക് പരോൾ നൽകുന്ന ഒരു സാഹചര്യമാണ് ഈ കേസിലുണ്ടായത്. അതാണ് വലിയ ആക്ഷേപത്തിന് ഇടം നൽകിയത്. എന്തായാലും ഈ പരോൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഇത്തരം നടപടികൾക്കെതിരെ ശക്തമായ പ്രതിഷേധമായി രംഗത്തിറങ്ങുമെന്നാണ് യൂത്ത് കോൺഗ്രസ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ കോൺഗ്രസും നിയമ നടപടി ഉൾപ്പെടെ കാര്യങ്ങളിലേക്ക് നീങ്ങുമെന്ന് വ്യക്തമാക്കുന്നുണ്ട്. കുടുംബവും, അതായത് ശരത് ലാലിന്റെയും കൃപേഷിന്റെയും പിതാക്കൾ അവർ ഇത്തരത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോയെന്ന് അവരും അറിയിച്ചിട്ടുണ്ട്. വലിയ ആശങ്കയാണ് പ്രകടിപ്പിക്കുന്നത്. ഇതിൽ ആകെ നൽകുന്നത് ഇവരുടെ ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഇവരുടെ വീടുകൾ വരുന്നത്. ഈ ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കരുത് എന്ന ഒരു ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം മാത്രമാണ് ഇതിലുണ്ടാവുന്നത്. തീർച്ചയായും അതാണ് രാഷ്ട്രീയ കേസുകളിൽ ശിക്ഷിക്കപ്പെടുന്ന ആളുകൾ അവർ മോചിതരാകുമ്പോഴടക്കം രക്തഹാരമൊക്കെ അണിയിച്ച് സ്വീകരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ പലപ്പോഴായി കണ്ടിട്ടുണ്ട്. ഇപ്പോഴിതാ ശിക്ഷിക്കപ്പെടുന്നവർക്ക് ഒരു കൂസലുമില്ലാതെ ശിക്ഷ അനുഭവിക്കാൻ പറ്റുന്ന സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കുന്നു. രാഷ്ട്രീയ സമ്മർദ്ദത്തിന് ഉദ്യോഗസ്ഥരടക്കം വഴങ്ങേണ്ടി വരുന്നു. അങ്ങനെ ഈ രാഷ്ട്രീയ കേസുകളിൽ ശിക്ഷിക്കപ്പെടുന്നവർക്ക് പരോൾ വാരിക്കോരി ലഭിക്കുന്നു എന്നതിന് എതിരെ ആണ് യൂത്ത് കോൺഗ്രസ് അടക്കം രംഗത്ത് വന്നിട്ടുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.